അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തുൽ കുർസിയെക്കുറിച്ചും അതിലെ ആദ്യ ഭാഗത്തിൻ്റെ വിശദീകരണവുമാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വളരെ സവിശേഷമായ രണ്ട് ഇസ്മുകളാണ് അൽ ഹയ്യ് എന്നതും അൽ ഖയ്യൂം എന്നതും. ഇതിൽ ഹയ്യിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അൽ ഹയ്യ് സ്വയം നിലനിൽക്കുന്നവൻ, എന്നെന്നും നിലനിൽക്കുന്നവൻ. അതിനോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ ഹയ്യ് എന്നുള്ള വാക്കിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ട വളരെ സവിശേഷമായ ഒരു ഇസ്മാണ് അൽ ഖയ്യൂം എന്നത്. ഖാമ എന്ന പദത്തിൽ നിന്നാണ് ഖയ്യൂം എന്ന പദമുണ്ടാകുന്നത്. ഖാമ യഖൂമു. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, ആലങ്കാരികമായിട്ട് മജാസൻ മഷ്ഹൂറൻ ഫി തദ്ബീരി ശുഊനിന്നാസ്, ജനങ്ങളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നവൻ. ഇവിടെ ആ അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ജനങ്ങളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അൽ ഖയ്യൂമു എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബി തദ്ബീരിന്നാസ്. അതിനു പുറമെ അൽ ഖയ്യൂമിന് മറ്റുള്ളവരെ നിലനിർത്തുന്നവൻ എന്ന അർത്ഥവുമുണ്ട്. ഇതിൻ്റെ ഇൻറ്റൻസീവ് അല്ലാത്ത രൂപം ഖായിം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾക്ക് വന്നിട്ടുണ്ട്. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. സൂറ റഅദിൽ അള്ളാഹു ചോദിക്കുന്നത്, എല്ലാ ആളുടെയും കാര്യത്തിൽ വിജിലൻ്റ് ആയിട്ടുള്ളവൻ, എല്ലാവരും എന്താണ് ചെയ്യുന്നത്, എന്താണ് സമ്പാദിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുന്നവൻ, അവൻ അല്ലാത്തവനെ പോലെയാണോ, അങ്ങനെയൊന്നും ചെയ്യാത്തവനെ പോലെയാണോ? അവിടെ ഖായിമുൻ എന്നുള്ളതിൻ്റെ അർത്ഥം വിജിലൻ്റ് ആയവൻ എന്നാണ്, എല്ലാം അറിയുന്നവൻ എന്നാണ്. മറ്റ് ചില സ്ഥലങ്ങളിൽ ഖായിമുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുക, ദൃഢനിശ്ചയം ചെയ്യുക എന്നൊക്കെയാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഊലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സൂറ ആലു ഇമ്രാനിൽ ഖായിമുൻ എന്നതിൻ്റെ അർത്ഥം ദൃഢനിശ്ചയം ചെയ്യുക, തയ്യാറാവുക എന്നാണ്. ഖായിമുൻ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി തയ്യാറാവുക, ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളുക. പരിശുദ്ധ ഖുർആനിൽ നേരായ മാർഗത്തിൽ നിലകൊള്ളുന്നതിനും ഖായിമുൻ എന്ന വാക്ക് കാണാൻ കഴിയും. നേരായ മാർഗത്തിൽ വളരെ അപ്രൈറ്റായിട്ട് നിലകൊള്ളുന്നവർ. ലൈസു സവാ, അവരെല്ലാവരും ഒരുപോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലു കിതാബുകാരെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറ ആലു ഇമ്രാനിൽ പറയുന്നുണ്ട്, മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമ. അഹ്ലുൽ കിതാബിൽ നേരായ രീതിയിൽ അപ്രൈറ്റായിട്ട് നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ വിശ്വാസികളുടെ സിഫത്ത് പറയുന്ന സ്ഥലത്തും വല്ലദീനഹും ബി ഷഹാദാത്തിഹിം ഖായിമൂൻ, അവരവരുടെ ടെസ്റ്റിമോണീസിന് നേരായ രീതിയിൽ നിലകൊള്ളുന്നവരാണ്, അപ്രൈറ്റാണ്. അവരവരുടെ ടെസ്റ്റിമോണീസിന് അപ്രൈറ്റാണ് എന്ന് പറയുമ്പോൾ ഖായിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇൻറ്റൻസീവായിട്ടുള്ള രൂപമാണ് ഖയ്യൂം എന്നുള്ളത്. അതിനെക്കുറിച്ച് റാഗിബ് അസ്ഫാനി റഹ്മത്തുള്ളാഹി പറയുന്നത് അൽ ഹാഫിളു ലിക്കുല്ലി ഷൈഇൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഖയ്യൂമിൻ്റെ അർത്ഥം അൽ ഹാഫിൾ, സംരക്ഷകൻ, എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവൻ. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അതിനെ വിശദീകരിച്ച് പറയുന്നു, അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിനഫ്സിഹി മുത്ലഖൻ, സ്വന്തമായ രീതിയിൽ മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് നിലകൊള്ളുന്നതാണ്. മഅദാലിക യഖൂമു ബിഹി കുല്ലു മൗജൂദിൻ, അതോടൊപ്പം മറ്റെല്ലാ നിലനിൽക്കുന്ന വസ്തുക്കളും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നിലനിൽക്കുന്നത്, അഥവാ എല്ലാറ്റിനെയും നിലനിർത്തുന്നത് ആരാണോ അതാണ് അൽ ഖയ്യൂം. സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളതിനെ നിലനിർത്തുന്നവനും എന്നാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. അൽ ഹയ്യ് എന്ന വാക്കിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അതും അൽ കാമിലുൽ മുത്ലഖാണ്, പൂർണ്ണമായിട്ട് ആബ്സല്യൂട്ടായിട്ട് നിലകൊള്ളുന്ന അസ്തിത്വമാണ് അൽ ഹയ്യ്. മാത്രമല്ല അദ്ദേഹം അൽ ഹയ്യിനെക്കുറിച്ച് പറയുന്നത്, ഒരു വസ്തുവിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ട് എന്നാണ് അർത്ഥം. അള്ളാഹുവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്,
എല്ലാ വസ്തുവിൻ്റെയും കോൺഷ്യസ്നെസ്, എല്ലാ വസ്തുവിൻ്റെയും അവെയർനെസ് അള്ളാഹുവിൻ്റെ അവെയർനെസ്സിൻ്റെ ഉള്ളിലാണ്. യന്തരിജു ജമിഉൽ മുദ്രിക്കാത്ത് തഹ്ത ഇദ്റാഖിഹി. അള്ളാഹുവിൻ്റെ അവെയർനെസ്സിൻ്റെ ഉള്ളിലാണ്. അള്ളാഹു എല്ലാറ്റിനെയും അറിയും. വജമിഉൽ മൗജൂദാത്ത് തഹ്ത ഫിഇലിഹി. മാത്രവുമല്ല എല്ലാ വസ്തുവും അള്ളാഹുവിൻ്റെ ഫിഇലിൻ്റെ, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയുടെ ഒബ്ജക്റ്റുമാണ്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും പ്രവൃത്തിയുടെയും ഒബ്ജക്റ്റാണ്. അള്ളാഹുവിൻ്റെ മഅലൂമും അള്ളാഹുവിൻ്റെ മഫ്ഊലുമാണ് എല്ലാ വസ്തുക്കളും. അള്ളാഹുവിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവെയറാണ്, അള്ളാഹു പ്രവൃത്തിയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ അവെയർനെസ്സിൻ്റെയും പ്രവൃത്തിയുടെയും ഉള്ളിലാണ് എല്ലാ സൃഷ്ടികളും. അതുപോലെ അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്, വിജിലൻ്റായിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള അള്ളാഹു, എല്ലാറ്റിനെയും നിലനിർത്തുകയും സ്വയം നിലനിൽക്കുകയും ചെയ്യുന്ന അള്ളാഹു. ഈ രണ്ട് ഇസ്മുകൾ കൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായിട്ടുള്ള അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം. അവനെ ബാധിക്കുന്നില്ല സിനത്തുൻ. സിനത്ത് എന്ന് പറയുന്നത് ഉറക്കത്തിൻ്റെ തുടക്ക സ്റ്റേജിനാണ് പറയുക. ഉറക്കത്തിലേക്ക് വഴുതി പോകുന്ന ആ തൂങ്ങിയ ഉറക്കത്തെയാണ് സിനത്ത് എന്ന് പറയും. അവനെ ഒരു മയക്കമോ അല്ലെങ്കിൽ ഒരു തൂങ്ങിയ ഉറക്കമോ ബാധിക്കുന്നില്ല. വലാ നൗം. ഒരു ഡീപ്പായ സ്ലീപ്പും അവനെ ബാധിക്കുന്നില്ല. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ അള്ളാഹു ജീവനുള്ളവനാണ്, സ്വയം നിലനിൽക്കുന്നവനാണ്, മറ്റുള്ളതിനെ നിലനിർത്തുന്നവനാണ്, എല്ലാറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ്. അവൻ അല്പം പോലും ക്ഷീണമോ ഉറക്കോ ഒന്നും ബാധിക്കുന്നില്ല. ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർള്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റെതാണ്, അവനുള്ളതാണ്. മൻദല്ലദി യശ്ഫഉ ഇൻദഹു. അവൻ്റെ അടുക്കൽ ആർക്കാണ് ശുപാർശ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നവൻ ആരാണ്? ഇല്ലാ ബി ഇദിനിഹി. അവൻ്റെ അനുവാദമില്ലാതെ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു. വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി. അവൻ്റെ ഇൽമിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ യൂസിട്ടു അല്ല, ഇല്ലാ ബിമാ ഷാഅ. അവനുദ്ദേശിച്ചതല്ലാതെ. അവൻ്റെ ഇൽമിൽ നിന്നും അവനുദ്ദേശിച്ചതല്ലാതെ ആർക്കും ലഭിക്കുന്നില്ല. വസിഅ കുർസിയുഹു സമാവാത്തി വല്ലർള. അവൻ്റെ കുർസി അത് വസിഅ എൻകംപാസ് ചെയ്യുന്നു, വികസിച്ചിരിക്കുന്നു. അസമാവാത്തി വല്ലർള. ആകാശങ്ങളിലും ഭൂമിയിലും അത് വ്യാപിച്ചിരിക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമ. അതിൻ്റെ സംരക്ഷണം അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. ആകാശഭൂമികളെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ക്ഷീണമുണ്ടാക്കുന്ന പണിയല്ല. വഹുവൽ അലിയുൽ അലീം. അവൻ അൽ അലിയാണ്, ഉന്നതനാണ്. അൽ അലീം, ഗ്രേറ്റാണ്, മഹാനുമാണ്, വലിയവനുമാണ്, ഉന്നതനുമാണ്. അവൻ വലിയവനുമാണ്, മഹത്തായവനുമാണ്. ഇതിൽ അള്ളാഹുവിൻ്റെ അനേകം സിഫത്തുകളെക്കുറിച്ചാണ് പറയുന്നത്, വിശേഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതിൽ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ആർക്കാണ് ശുപാർശ ചെയ്യാൻ കഴിയുക? ശുപാർശ ചെയ്യുന്നവരായിട്ട് ആരാണുള്ളത് അവൻ്റെ അനുവാദമില്ലാതെ? കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ മാത്രം ഇൽമുള്ള ആരുമില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിൽ ശുപാർശ ചെയ്യപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് അള്ളാഹുവിന് ഇൽമില്ലാതിരിക്കണം. പക്ഷെ അള്ളാഹുവിനാണ് എല്ലാം അറിയുന്നത്. അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമാണ് ബാക്കി എല്ലാവരും അറിയുന്നുള്ളൂ. മുന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. ഇനി ആരും അറിയാത്ത അവരുടെ പിന്നിലുള്ള കാര്യവും അള്ളാഹു അറിയുന്നു. ഒരാളെക്കുറിച്ച് ശുപാർശ ചെയ്യുമ്പോൾ ശുപാർശ ചെയ്യുന്ന ആൾ ശുപാർശ ചെയ്യപ്പെടുന്നവരെക്കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ പിന്നിലുള്ള കാര്യങ്ങളുണ്ട്, അത് അള്ളാഹു അറിയുന്നതാണ്.
അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്നും അവൻ നൽകിയത് മാത്രമാണ് ലഭിക്കുന്നത്. വലാ യുഹീത്തൂന ബിഷൈഇം മിൻ ഇൽമി, അവൻ്റെ ഇൽമിൽ നിന്ന് ഒന്നും അവർക്ക് നേടാൻ കഴിയുന്നില്ല, അവരെ ചുറ്റുന്നില്ല. ഇല്ലാ ബിമാഷ, അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ. മാത്രമല്ല ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യം അള്ളാഹുവിൻ്റെതാണ്. അവൻ്റെ കുർസി, അവൻ്റെ സിംഹാസനം ആകാശഭൂമികളെ മുഴുവൻ വ്യാപിച്ചതാണ്. അതിനെ എപ്പോഴും സംരക്ഷിക്കുന്നത് അവനാണ്. ആ സംരക്ഷണത്തിൽ അവന് ക്ഷീണം വരുന്നില്ല. അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, മറ്റുള്ള എല്ലാറ്റിനെയും നിലനിർത്തുന്നവനാണ്. ഇങ്ങനത്തവനാണ് അള്ളാഹു. അവൻ അൽ അലിയാണ്, ഉന്നതനാണ്. അവൻ അൽ അലീമാണ്, മഹത്തായവനാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു അന്ത്യനാളിനെക്കുറിച്ച് പറയുന്നത് ആ നാളിൽ ഷഫാഅത്തില്ല എന്നാണ്. വലാ ഷഫാഅത്തുൻ, അന്ന് കച്ചവടമില്ല, ബാർഗെയിനിങ് ഇല്ല, അതുപോലെ സ്നേഹബന്ധങ്ങളില്ല. അന്ന് ഷഫാഅത്തില്ല, അഥവാ സഹായിക്കലില്ല, ശുപാർശയില്ല. ഷഫാഅത്തിന് സഹായമെന്നും ശുപാർശ എന്നുമൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹു ഖുർആനിലുടനീളം വ്യക്തമാക്കുന്നത് അള്ളാഹു അനുവാദം നൽകിയാൽ മാത്രമേ ശുപാർശയുള്ളൂ എന്നാണ്. അള്ളാഹു അനുമതി നൽകുന്ന ആളുകൾക്ക് മാത്രമേ ശുപാർശക്ക് അർഹതയുള്ളൂ. എലിജിബിലിറ്റി സ്വയം ആർക്കുമില്ല. അള്ളാഹു അനുമതി നൽകി ശുപാർശക്ക് അർഹരാക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ കഴിയൂ. ശുപാർശക്ക് ആരൊക്കെ അർഹരാണ്, ശുപാർശ ലഭിക്കാൻ ആരൊക്കെ അർഹരാണ് എന്ന കാര്യവും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ആർക്കൊക്കെ വേണ്ടിയാണ് ശുപാർശ ചെയ്യാവുന്നത് എന്ന് അള്ളാഹു പറയുന്നവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ ചെയ്യാൻ കഴിയൂ. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഒരുപാട് ആയത്തുകളിൽ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ലാ യംലികൂന ഷഫാഅത്ത് ഉടമപ്പെടുത്തുന്നില്ല, ഷഫാഅത്ത് അധികാരപ്പെടുത്തുന്നില്ല. ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദ, പരമകാരുണികൻ വാഗ്ദാനം നൽകിയവരല്ലാതെ, അള്ളാഹു സ്പെഷ്യലി ഗ്രാൻഡ് ചെയ്തവരല്ലാതെ അതിന് അർഹരല്ല, അതിന് എലിജിബിളല്ല. സൂറത്ത് ത്വാഹയിൽ കാണാം, യൗമയിദിൻ ലാ തൻഫഉ ഷഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. അന്നത്തെ ദിവസം ഷഫാഅത്ത് ബെനിഫിറ്റ് ചെയ്യില്ല ഇല്ലാമൻ അദിന ലഹു റഹ്മാൻ, പരമകാരുണികൻ അനുവാദം നൽകിയവർക്കല്ലാതെ. അവിടെ മൻ എന്നതുകൊണ്ട് രണ്ടും, ശുപാർശ ചെയ്യുന്നവരെയും അതുപോലെ ശുപാർശ ചെയ്യപ്പെടുന്നവരെയും ഉദ്ദേശിക്കുന്നു എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ആർക്കൊക്കെ ശുപാർശ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യവും അള്ളാഹു തീരുമാനിക്കുന്നതാണ്. ആർക്കൊക്കെ വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റും എന്ന കാര്യവും അള്ളാഹു തീരുമാനിക്കുന്നതാണ്. സൂറ സുമറിൽ ഇതേ കാര്യം അള്ളാഹു വീണ്ടും പറയുന്നു, ഖുല്ലില്ലാഹി ഷഫാഅത്ത് ജമീഅ, ഷഫാഅത്തൊക്കെ മുഴുവനും അള്ളാഹുവിന് അധികാരപ്പെട്ടതാണ്. ലഹു മുൽക്കു സമാവാതി വല്ലർള്, ആകാശഭൂമികളുടെ ആധിപത്യം അവനാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, നിങ്ങളൊക്കെ അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. സൂറ സുഖ്റുഫിൽ അള്ളാഹു പറയുന്നത്, വലാ യംലിക്കുല്ലദീന യദ്ഊന മിൻ ദൂനിഹി ഷഫാഅ, അള്ളാഹുവിന് പുറമെ അവർ പ്രാർത്ഥിക്കുന്നവരൊന്നും ഷഫാഅത്ത് അധികാരപ്പെടുത്തുന്നില്ല, അതിന് എലിജിബിളല്ല. ഇല്ലാമൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഹക്കിന് സാക്ഷ്യം വഹിക്കുന്നവർക്കല്ലാതെ. അങ്ങനത്തവർക്ക് അള്ളാഹു അനുമതി നൽകുമ്പോൾ ശുപാർശ ചെയ്യാം. സൂറ നജ്മിൽ അള്ളാഹു പറയുന്നു, ഫലില്ലാഹിൽ ആഖിറത്തു വല്ലൂല, ഈ ജീവിതവും അടുത്ത ജീവിതവുമെല്ലാം അള്ളാഹുവിൻ്റെതാണ്. വകമ്മിൻ മലക്കിൻ ഫി സമാവാതി ലാ തുഗ്നി ഷഫാഅത്തുഹും ഷൈഅ, എത്ര മലക്കുകൾ ആകാശത്തുണ്ട്. ലാ തുഗ്നി ഷഫാഅത്തുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർള, അവരുടെ ശുപാർശ ഗുണം ചെയ്യില്ല. ആർക്കല്ലാതെ, എപ്പോഴല്ലാതെ? ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർള, അള്ളാഹു ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തവർക്ക് അള്ളാഹു അനുമതി നൽകിയത് ശേഷമല്ലാതെ അവരുടെ ശുപാർശ ഉപകാരപ്പെടില്ല. അതുപോലെ സൂറ അൽ മുദ്ദസ്സിറിൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലകപ്പെട്ടു പോയത് എന്ന് ചോദിക്കുമ്പോൾ, മാ സലക്കക്കും ഫി സഖർ, അപ്പോൾ അവർ പറയും, ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല. വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നവരായിരുന്നില്ല
എന്നൊക്കെ പറഞ്ഞ് 2-3 ആയത്തുകൾക്ക് ശേഷം അള്ളാഹു പറയുന്നത് ഫമാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ, ശുപാർശ ചെയ്യുന്നവരുടെ ശുപാർശ അവർക്ക് ഉപകാരം ചെയ്യുകയില്ല എന്നാണ്. അഥവാ ഇത്തരം ആളുകൾക്ക് അള്ളാഹു ശുപാർശ ചെയ്യാൻ അനുവാദം നൽകുന്നില്ല. ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു ശുപാർശക്കാർക്ക് അനുമതി നൽകുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ അവരാരാധിച്ചിരുന്ന പല ദൈവങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാണ് എന്ന. ഹാഉലായി ശുഫാഉന ഇൻദല്ലാ, ഇത് ഞങ്ങളുടെ ശുപാർശക്കാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അതുപോലെ അവർ പറഞ്ഞതായിട്ട് ഖുർആൻ കോട്ട് ചെയ്യുന്നുണ്ട്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അതിനെയൊന്നും ആരാധിക്കുന്നില്ല അവർ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാണ് എന്ന അർത്ഥത്തിലാണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അള്ളാഹു അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ടാണ് ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നത്, അള്ളാഹു ആർക്കൊക്കെയാണോ അനുമതി നൽകുന്നത് അവർക്ക് മാത്രമേ ശുപാർശക്ക് അർഹതയുള്ളൂ. ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് അള്ളാഹു തീരുമാനിക്കുന്നുണ്ടോ അവരുടെ കാര്യത്തിൽ മാത്രമേ ശുപാർശക്കാരുടെ ശുപാർശ ഗുണം ചെയ്യുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ബനൂ ഇസ്രായേലരുടെ ചരിത്രത്തിൽ നിന്ന് ഫസാദിനെതിരെ പോരാടിയ ദാവൂദ് അലൈഹിസ്സലാമിനെക്കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, താങ്കളും പ്രവാചകനാണ്. തിൽക്ക റുസുലു ഫല്ലൽനാ ബഅലഹും അലാ ബഅൽ. അതിനുശേഷം മൂസ അലൈഹിസ്സലാമിനെക്കുറിച്ചും ഈസാ അലൈഹിസ്സലാമിനെക്കുറിച്ചും പറഞ്ഞു. പിന്നെ അള്ളാഹു സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആയത്തുൽ കുർസി വന്നത്. തുടർന്ന് വരുന്ന ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം കൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നത് ഫോഴ്സ്ഫുള്ളി ബലാത്കാരത്തോടെ അള്ളാഹുവിൻ്റെ ദീൻ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ ദീൻ വ്യക്തമാണ്, അള്ളാഹുവിൻ്റെ സന്മാർഗം വ്യക്തമാണ്. ദുർമാർഗം ഇനി ആരെങ്കിലും വില്ലിംഗ്ലി ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യവും, തുടർന്ന് അള്ളാഹു എപ്രകാരമാണ് ജനങ്ങളെ ജീവിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.